ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കറിവേപ്പില വെച്ചൊരു പൊടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് ചട്ടിയുടെ അടുത്തോട്ട് പോവാം. അതേ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിനി ഉഴുന്ന് പരിപ്പിടാം. ഇതേ ഞാൻ ചട്ടിയിലോട്ട് ഇട്ടു. ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് കുറച്ചാട്ടം എടുത്തോളൂ ഞാൻ. അത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കടലപ്പരിപ്പും കൂടി ഇടണേ. കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓണാക്കി ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇട്ടു. എന്നിട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളക് 2, 3, 4 ആവശ്യമുള്ളത് കുറച്ച് അതും കൂടി ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കായം ഇടാം. കായം ഒരു കുഞ്ഞ് പീസ് കേട്ടോ. കായവും എന്നിട്ട് ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുളി, നോർമൽ പുളി ഇല്ലേ, സാമ്പാർ പുളി, ആ പുളിയും കുറച്ച് ഇടാം. എന്നിട്ട് കുരുമുളക് പൗഡറാക്കിയല്ല കേട്ടോ, നോർമലാണ് ഇടേണ്ടത്. കുറച്ച് കുരുമുളകും കൂടി അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കണം. എന്നുവെച്ചാൽ അതിൽ നമ്മൾ കറിവേപ്പിലയുടെ ആ ചമ്മന്തിയിൽ കുറച്ച് ടേസ്റ്റൊക്കെ വേണ്ടേ, അതിനാണ് കായവും പുളിയും കുറച്ച് പുളിയും അതൊക്കെ വേണമെന്നാണ് ഇടുന്നത്. ഇപ്പോൾ അത് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇളക്കി തന്നെ മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഇവിടെ മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒരു പ്ലേറ്റ് മുഴുവൻ കറിവേപ്പില എടുത്ത് വെച്ചേക്കുവാണ്. ഇപ്പം ഞാൻ കറിവേപ്പില കഴുകിയെടുത്ത്, കറിവേപ്പില ഇരുന്നിരുന്ന് ചീത്താവാണ്ടെന്ന് ഓർത്താണ് ഞാനിത് ഉണ്ടാക്കണത്. കണ്ടോ, ഞാനാണ് ഉണ്ടാക്കണത്. അങ്ങനെ നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറിവേപ്പില അങ്ങനെ മൂത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിവേപ്പില മൂത്താർന്നു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഇടാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പുറത്ത് ചോറ് വേവനുണ്ടോ, ഉച്ച സമയം അറിഞ്ഞ കാരണം ചോറ് അപ്പുറത്ത് വേവണം. എന്നിട്ട് ഇപ്പുറത്ത് ഞാൻ കറിവേപ്പില ചമ്മന്തിയും കൂടി ഒന്ന് ഉണ്ടാക്കാന്ന് ഓർത്തു. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കറിവേപ്പില എല്ലാം. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞിട്ടാട്ടോ പൊടിച്ചെടുക്കണ്ട, എല്ലാം കൂടി ഒരുമിച്ച്. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചു. ഇനി 1 സ്പൂണിനെക്കാട്ടും കൂടുതൽ ഉപ്പ് ഇടണ്ട കേട്ടോ. 1 സ്പൂണിൻ്റെ പകുതി ഇട്ട് നന്നായിട്ട് അരക്കുക. അങ്ങനെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില ചമ്മന്തി റെഡിയായി. ഇനി ഒരു പാത്രത്തോട്ട് മാറ്റാം. കണ്ടോ, ഞാൻ പാത്രത്തിലോട്ട് മാറ്റി. ഇത് ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് വേണ്ടി നല്ലതാട്ടോ. രാവിലെ 1 സ്പൂൺ അവർക്ക് കഴിക്കുവാണെങ്കിൽ അവർക്ക് രാവിലെ ഒരു എനർജറ്റിക് ഫീലാണ് തന്നെ അത്. ഇതൊരു ആയുർവേദിക്കും കൂടിയാണ്. എല്ലാവരുടെ വീട്ടിൽ വേപ്പില കാണും. എല്ലാവരും വേപ്പിലയും കൊണ്ട് കുറേ കറിയോ എന്തൊക്കെ ചമ്മന്തിയോ എന്തെങ്കിലും വേണമെങ്കിലും കറിവേപ്പില യൂസ് ചെയ്യാറ്. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ കാച്ചിയ എണ്ണയിലും കറിവേപ്പില യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി. ഞാനൊരു ബോട്ടിലിൽ നിറച്ച് വെച്ചേക്കുക, എന്നുവെച്ചാൽ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.